ഇപ്പോൾ ഗ്യാസിന്റെ ലഭ്യത ഇല്ലായ്മ അത് നമുക്ക് എത്രമാത്രം മറികടക്കാനാവും? എന്തോ ഇൻസൾട്ട് അല്ലേ, ഇൻസൾട്ട് അല്ലേ? നമ്മളെ സംബന്ധം എനിക്ക് എൻ്റെ തന്തയുടെ ക്വാളിറ്റിയിലേ കാണിക്കാൻ പറ്റും. 500 രൂപയ്ക്ക് എങ്ങനെ തൊണ്ട മുതൽ ആസനം വരെ നിറയ്ക്കാമെന്നുള്ളതാണ്. നീ ആര് കക്കൂസ് 15 മിനിറ്റെങ്കിലും സ്വന്തമായിട്ട് കണ്ണാടി നോക്കണോ? അവനവൻ്റെ നഗ്നമായിട്ട് അവനവൻ്റെ സൗന്ദര്യം അറിയാം. വല്ലവൻ്റെയും പെണ്ണുമ്പിള്ളയെ നോക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ 2 രീതിയിൽ നമുക്ക് വളരാം. ഒന്ന് ആൻ്റണി ചേട്ടൻ ലാലേട്ടൻ്റെ കൂടെ കൂടി വളർന്ന കണക്കും വളരാം. ഇല്ലെങ്കിൽ ലാലേട്ടനെ പകുതി വഴിക്ക് ഇട്ടുവിട്ട് പോയിരുന്നെങ്കിൽ ആർക്കാ നഷ്ടം അല്ലേ? പിണി വയറും ചാടി ആസനവും ചാടി. ഞാൻ പറയുന്നത് ഈ ഹോർമോൺ ബാലൻസ് ഇഷ്യൂസ് ഉള്ളവരെ പറ്റിയല്ല. ആർക്കോ ചേരാത്തൊരു ടീഷർട്ടും ഒക്കെ ഇട്ട് ഈ തലകണി കുറേ ഇട്ടാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരേ ഒരു മനുഷ്യൻ പുതുപ്പള്ളിയിലെ നേതാവാണ്. ഞാനിപ്പോൾ പട്ടിയിറച്ചിയോ പാമ്പിറച്ചിയോ വാങ്ങിച്ച് കറി വെച്ച് എന്നിട്ട് ബീഫെന്ന് വിളിച്ചിട്ട് താങ്കൾക്ക് അന്ന് പറ്റിച്ചിട്ട് കാര്യമില്ല. ഒരു എക്സാമ്പിൾ പറയാം. താങ്കൾ ട്രൈ ചെയ്തിട്ട് ഞാൻ മുതുകാടോ, ഞാൻ മാത്രം ഇരുന്ന് ഓം ക്രീം കുട്ടിച്ചാത്ത ബീഫ് വരുന്നുണ്ട്. ഞാൻ ഈ പോത്തിറച്ചി തന്നെയല്ലേ വാങ്ങിക്കുന്നത്. കുഴി വീഴാതിരിക്കാൻ സഹായിക്കുന്നതല്ലേ സൗഹൃദം. വീണതിന് ശേഷം അയ്യോ എല്ലാവരും പ്ലീസ് ഇവരെ സഹായിക്കൂ, ഇവൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ ഇപ്പം തന്നെ അയക്കൂ. കണ്ണ് ചിമ്മി മുനീറ എന്നുള്ള ചിമ്മിക്കൊണ്ടിരിക്കുന്ന കണ്ണ്. ഞാൻ ചേട്ടാ ഞാനിപ്പം കൊച്ചിയിൽ കോട്ടയത്ത് പൂട്ടിയോ, അതിപ്പോൾ ഉണ്ടോ? അവൻ 1 മിനിറ്റ് എനിക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അതാ 10 വർഷം കഴിയുമ്പം അഷ്ടമുടിക്കായലിലെ കരിമീൻ കഴിക്കാൻ പറ്റൂല്ല. ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. യു ക്യാൻ ഓൾവേസ് forgive but never forget. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. ഒന്നുമില്ലാത്ത കാലത്ത് ചതിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ. ഈ വിശ്വാസവഞ്ചനയാണ് നമുക്ക് ഒരിക്കലും മറികടക്കാൻ പറ്റാത്ത വഞ്ചനകളിൽ ഏറ്റവും കൂടുതൽ. അവരോടൊക്കെ ഇപ്പോൾ മനസ്സുകൊണ്ട് പൂർണ്ണമായി ക്ഷമിക്കാൻ പറ്റാറുണ്ടോ? See, basically you can, there is only one thing, you can always forgive but never forget. മനസ്സിലായില്ല? You can just forgive but never forget. കാരണം there's 2 things. One is basically നമ്മൾ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യാന്ന് പറയാം. നമ്മളെ അച്ഛൻ നമ്മളെ ഗ്രൂം ചെയ്തതും നമ്മളെ ഡെവലപ്പ് ചെയ്തതും നമ്മളെ പഠിപ്പിച്ചതും നമ്മളെ ഏത് സാഹചര്യത്തിൽ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയതും നമുക്ക് തന്നിരിക്കുന്ന വിദ്യാഭ്യാസവും ജ്ഞാനവും എല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അത്യാവശ്യം താങ്കൾക്ക് എൻ്റെ കൂടെ കൂടാം, സ്നേഹം അഭിനയിക്കാം, മനസ്സിലായില്ലേ? അത്യാവശ്യമുള്ളതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ടാണ്. പക്ഷേ ദ മൂല്യം ഈസ് ഓൾവേസ് വിത്തിൻ മീ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് വളരാം. ഒന്ന് ആൻ്റണി ചേട്ടൻ ലാലേട്ടൻ്റെ കൂടി വളർന്ന കണക്കും വളരാം. ഇല്ലെങ്കിൽ ലാലേട്ടനെ പകുതി വഴിക്ക് ഇട്ടുവിട്ട് പോയിരുന്നെങ്കിൽ ആർക്കാ നഷ്ടം അല്ലേ? പലരും നമ്മളെ ലൈഫിൽ വരും. അവർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോയോ ചേട്ടൻ്റെ അടുത്ത് ഒരു ഡയലോഗ് ചോദിച്ചാണ്, താൻ ഇത്രയും വലിയ പൊട്ടനായിരുന്നു ആണ്. നമ്മളെ സംബന്ധം എനിക്ക് എൻ്റെ തന്തയുടെ ക്വാളിറ്റിയിലേ കാണിക്കാൻ പറ്റും. താങ്കൾ എന്നെ ചതിക്കുന്നു പറ്റിക്കുന്നു, അടുത്ത ആൾ ഞാൻ എപ്പോഴും പെട്ടെന്ന് കായംകുളം കൊച്ചുണ്ണിയുടെ കുഞ്ഞമ്മയുടെ മോനാവാൻ പറ്റുമോ? അത് നടക്കത്തില്ല. നമുക്ക് നമ്മളെ തന്തയുടെ ക്വാളിറ്റിയാണ്, അത് നമ്മളെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ഇനി ആൾക്കാർ പറ്റിക്കുമായിരിക്കാം, നമ്മൾ പറ്റിക്കരുത്. അവരെ പിന്നീട് കണ്ടിട്ടുണ്ടോ? ലൈഫിൽ ഞാൻ കാണരുതെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഞാനങ്ങനെ കാണാൻ മെനക്കെട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഈ എനർജിയിലൊക്കെ വിശ്വസിച്ച് തുടങ്ങി കഴിയുമ്പം അതൊന്നും നമ്മുടെ അടുത്തോട്ട് പിന്നെ എത്തത്തില്ല. അത് ഭയങ്കര ബെനിഫിറ്റാണ്. ഇപ്പം നമ്മളെ രീതിയിൽ ഗ്രോ ചെയ്ത് പോവുകയാണ്. അവരെ പറ്റിയൊക്കെ ഞാൻ പറയില്ല, നമ്മൾക്ക് ആകെ ഉള്ളത് ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കും. വൈ ഷുഡ് വി തിങ്ക് ഓഫ് ഓൾ ദീസ് തിങ്സ്? നമുക്ക് ആ സമയം കൂടെ കുറച്ചുകൂടെ നല്ല കാര്യങ്ങൾ ഫീൽ ചെയ്യാം. ഇന്നിപ്പോൾ ഗവർണറുടെ അടുത്തെത്തി, MGR യൂണിവേഴ്സിറ്റിയുടെ കേരള ചാപ്റ്ററിൻ്റെ ബ്രാൻഡ് അംബാസഡറായി അല്ലേ? അപ്പം ആ ഒരു പ്രോമിനൻസ് എത്തി. ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൺ ഓഫ് ദ പ്രോമിനൻറ്റ് ഷെഫ് ഓഫ് ഇന്ത്യ. അതൊരു ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. ഇനി ഇന്ത്യൻ പ്രസിഡൻറ്റിനെ വെയിറ്റ് ചെയ്യണം. അപ്പം ഈ പറയുന്ന ഈ യാത്രകളെല്ലാം വിഷ്ണു നേരത്തെ പറഞ്ഞ കണക്ക് കഞ്ഞിയും ചമ്മന്തിയും നാടൻ തേങ്ങയും കൊപ്ര കച്ചവടക്കാരൻ്റെ കൊച്ചുമോനായതുകൊണ്ടായിരിക്കും കൊപ്രയുടെ ഒരു അനുഗ്രഹം എപ്പോഴും എനിക്കുള്ളത്. ഇപ്പോൾ നമ്മൾ ന്യൂയോർക്കിൽ എടുക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് ഫ്രണ്ട്സ് കൂടുന്നു. സോ അപ്പോൾ അവർ തീരുമാനിക്കുകയാണ് വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി ബർഗറിനോ പിസ്സൊക്കെ ഓപ്റ്റ് ചെയ്യും. അവരുടെ നാട് അങ്ങനെയാണ്, അവരുടെ നാടിൻ്റെ രുചി അതാണ്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ കുറച്ച് ഫ്രണ്ട്സ് ഗാദർ ചെയ്യുന്നു, എന്തെങ്കിലും കഴിക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും കപ്പയും മീനിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കാച്ചിൽ പുഴുങ്ങിയതും ചിക്കൻ കറിയെ പറ്റിയിട്ടോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമുക്ക് വേണ്ടത് അൽഫാമും കുഴിമന്തിയും
ഒക്കെ തന്നെയാണ്. അൽഫാമും കുഴിമന്തിയാണ് ഓൺ ടോപ്പ് ലിസ്റ്റ്. നമ്മളെന്താ നമ്മുടെ നാടൻ രുചികളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓൺ റെസിപ്പിയിലേക്ക് മാറാത്ത, അങ്ങനെ അത് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും ഞാനിവിടെ നാട്ടിൽ വരുമ്പം, ഈ നാട്ടിൽ വന്നതിന് ശേഷവും ഈ കണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ അടിസ്ഥാനപരമായി റൂട്ട്സ് എന്ന് പറയും, റൂട്ട്സ് അടിസ്ഥാനപരമായി, പിന്നെ ബ്രാഞ്ചസ് എന്ന് പറയും. ഈ റൂട്ട്സ് ഉള്ള, നല്ല റൂട്ട്സ് ഉള്ള ആൾക്കാരെ മീറ്റ് ചെയ്യണം. അവർ ഈ പറഞ്ഞ കണക്ക് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ച് രണ്ടെണ്ണം അടിക്കും. ഈ റൂട്ട്സ് ഇല്ലാത്ത മെനഞ്ഞാന്ന് കാശുകാരവർ, മറ്റന്നാൾ കാശുകാർ, ഗൾഫിൽ പോയി വന്നവർ, ഇങ്ങനെ കുറേ റൂട്ട്സ് ഇല്ലാത്ത ടീമുകളാണ്. ഇവർക്കാണ് ഈ ബിലോങ്ങിങ്നെസ് ഇല്ലാത്ത. ഫുഡ് നമ്മളെ ഡയറ്റ് നമ്മൾ ബ്ലഡുമായിട്ട് വെൽ കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റൂട്ടഡ് ആക്കാം, നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാക്കിയിട്ട് റൂട്ടഡ് ആക്കാം. റൂട്ട് ആക്കുന്നപ്പോൾ അവരൊരിക്കലും ഈ അൽഫാമിൻ്റെയും, ഇനി പോയാൽ തന്നെയും, അവരിപ്പോൾ ദുബായിൽ പോയിട്ട് വന്നൊരു മലയാളി നാട്ടിൽ വന്നിട്ട് ഈ അൽഫാമും ഷവായും ഇതൊന്നും വാങ്ങിച്ച് കഴിക്കില്ല, ഷവർമയും കഴിക്കില്ല. കാരണം അയാൾ അത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ 500 രൂപയ്ക്ക് എങ്ങനെ തൊണ്ട മുതൽ ആസനം വരെ നിറയ്ക്കാമെന്നുള്ളതാണ്. ഇതാണ് നമ്മളെ മത്സരബുദ്ധി. ഇപ്പം എവിടെയെങ്കിലും അവിടെ ഇപ്പം ഓഫറുണ്ടോ KFCയിൽ ഫോർ എക്സാമ്പിൾ, 500 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ബക്കറ്റിൻ്റെ കൂടെ ഒരു ബക്കറ്റ് ഫ്രീ. നീ ആര് കക്കൂസോ? എൻ്റെ ചോദ്യം സിമ്പിൾ. ചക്കര, നിൻ്റെ ശരീരത്തിനൊരു $1 മില്യൺ വിലയില്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതിനകത്തോട്ട് ഈ പറയുന്ന ഈ അവശിഷ്ടങ്ങളും ഇതൊക്കെ വലിച്ചു വാരി ഇടാനായിട്ട് എന്ത് മനസ്സാവുള്ള ആ താങ്കളോട് ഞാൻ എന്ത് സ്നേഹബന്ധമാണ് പുലർത്തേണ്ടത്? നേരെ മറിച്ച് വിഷ്ണു ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചു, ഗ്രൂംഡാണ്. ഞാൻ പല ആങ്കേഴ്സിനെയും ശ്രദ്ധിക്കുന്നതിൽ വിഷ്ണുവിൻ്റെ കോസ്റ്റ്യൂം ഞാൻ ശ്രദ്ധിച്ചു, ആ പാൻസിൻ്റെ സ്റ്റെയിൻ ഉണ്ടോ എന്ന് ഞാൻ നോക്കി, ഹെയർ ഞാൻ സെറ്റ് ചെയ്യണം. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദിസ് മാൻ ആസ് എ ഉണ്ണിയെ കാണുമ്പം ഞാൻ നേരത്തെ പീണി വയറും ചാടി ആസനവും ചാടി. ഞാൻ പറയുന്നത് ഈ ഹോർമോൺ ബാലൻസ് ഇഷ്യൂസ് ഉള്ളവരെ പറ്റിയല്ല. ആർക്കോ ചേരാത്തൊരു ടീഷർട്ടും ഒക്കെ ഇട്ട് ഈ തലാണി കുറേ ഇട്ടാണ് ഗിരി. ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് ഒരു വൃത്തികേടുകൾ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ സംസാരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം ഇത് ബോഡി പോസിറ്റിവിറ്റിയുടെയും ബോഡി ഷേമിങ്ങിൻ്റെ ഒക്കെ കാലമാണ്. ഞാൻ ആരെയും എടുത്തു പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ ബോഡി ഷെയ്മിങ് ആയിട്ട് കാണണ്ട. യു ഷുഡ് ബി അഷെയിംഡ് ഓഫ് യുവർ ലൈഫ് സ്റ്റൈൽ. ഐ ആം നോട്ട് ടെല്ലിങ് ദാറ്റ്. നിങ്ങൾ ഹാസ് ടു ബി അഷെയിംഡ്. ഞാനിത് നിങ്ങളെ നന്മയ്ക്കാണ് പറയുന്നത്. എനിക്കിപ്പം നിങ്ങൾ തിന്നാനെന്തോ തിന്നില്ലെന്തോ, ജീവിച്ചിരുന്നാലെന്തോ മരിച്ചാലെന്തോ. നോട്ട് മൈ മങ്കീസ്, നോട്ട് മൈ സർക്കസ്. ഞാനിവിടെ ക്ലാസ് എടുക്കാനും നന്നാക്കാനും ഞാൻ ഗാന്ധിജിയും അല്ല, ജീസസ് ക്രൈസ്റ്റും അല്ല. ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ വിഷ്ണു ഉണ്ടെന്നോ, വിഷ്ണു കുറച്ചുകൂടെ പ്രോട്ടീൻ കണ്ടൻറ്റ് കഴിച്ചോ, വിഷ്ണുവിൻ്റെ ഷോൾഡർ ഒന്ന് ലിഫ്റ്റ് ചെയ്യോ, നന്നായിരിക്കും, ലുക്ക് സെക്സി മാൻ. ഐ ലവ് ദാറ്റ്. ഐ ലവ് ടു സീ മൈ ഫ്രണ്ട് ലുക്കിംഗ് ഗ്രേറ്റ്. അതൊരു തെറ്റാണ്. അപ്പം എനിക്കിത് മതിയുടെ എന്ന് പറഞ്ഞാൽ ഓക്കെ, വെൽ ഇനഫ്. ഞാനൊരു സ്നേഹം കൊണ്ട് പറയുന്നത്, അല്ലാണ്ട് ഇപ്പം ഞാൻ വലിയ ഈ പറഞ്ഞ കണക്ക് ഷാറൂഖ് ഖാനോ ഇല്ലെങ്കിൽ സൽമാൻ ഖാനോ ഒന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് എനിക്ക് മാറ്റങ്ങളുണ്ടായത്. അപ്പോൾ താങ്കളുടെ ലൈഫിലും മറ്റൊരാളുടെ ലൈഫിലും ഞാൻ ആയിക്കൂടാത്ത എന്തുകൊണ്ട്? ഞാനൊരു നല്ല, ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കേൾക്കുന്നൊരു കാര്യം ഒരാളുടെ ആറ്റിറ്റ്യൂഡിലാണ് എടുക്കുന്നത്. കാരണം അച്ഛൻ കഞ്ഞി കുടിച്ചെന്ന് ഞാൻ വിചാരിച്ചു. അതിൽ വിഷ്ണുവിന് അച്ഛൻ കഞ്ഞി കുടിച്ചെന്ന് ഞാൻ വിചാരിച്ചു, അച്ഛൻ കഞ്ഞി കുടിച്ചെന്ന് ഞാൻ വിചാരിച്ചു, അച്ഛൻ കഞ്ഞി കുടിച്ചെന്ന് ഞാൻ വിചാരിച്ചു. സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓൾവേസ് കോട്ട് ഓൺ യുവർ ഇയേഴ്സ് അക്കോർഡിംഗ് ടു യുവർ വിൽ, വിഷൻ, കമാൻഡ്. ഞാനങ്ങനെയല്ല എത്ര ചെയ്തിരിക്കുന്നു. ഞാനെന്താ പറഞ്ഞത്, അവനവൻ്റെ ശരീരത്തിനെ പ്രണയിക്കൂ, അല്ലാണ്ട് വല്ലവൻ്റെ അല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയായിരുന്നു, 15 മിനിറ്റെങ്കിലും സ്വന്തമായിട്ട് കണ്ണാടി നോക്കണമെന്ന്. അവനവൻ്റെ നഗ്നമായിട്ട് അവനവൻ്റെ സൗന്ദര്യം അറിയാൻ. വല്ലവൻ്റെയും പെണ്ണുമ്പിള്ളെ നോക്കാൻ ഞാൻ പറഞ്ഞു ഇല്ല. ഞാനെന്താ പറഞ്ഞാൽ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റുന്നവരാണ് നമ്മളെല്ലാവരും. നാളെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് തുണിയില്ലാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വികാരം ഉണ്ടാവും ഇല്ല. സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് വിജ്ഞാനം, ജ്ഞാനത്തേക്കാൾ വലുത്. രണ്ട് കൂട്ടുകാർ തമ്മിൽ അവരുടെ ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അടിസ്ഥാനമൊക്കെ പലപ്പോഴും എൻ്റെ ഒരു അഭിമുഖത്തിൽ തന്നെ ശ്രീ ആസിഫ് അലി പറഞ്ഞ പോലെ റീൽസ് ഷെയർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വാട്സാപ്പിലെ സ്റ്റാറ്റസ് കണ്ടിട്ട് കൊടുക്കുന്ന ഒരു റിപ്ലൈ ആണ്, ഒരു ലവോ അല്ലെങ്കിൽ ഒരു സ്മൈലിയോ ഒക്കെയാണ്. അവിടെ ഒരു നമ്പർ എടുത്ത് അയാളെ വിളിച്ച് അയാളോട് സംസാരിച്ച് സാധിക്കുന്നുണ്ട്. അത് പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, അത് ഞാൻ പറയണം, അത് താങ്കൾ ഗവർണറെ എടുത്താലും ശരി, ആരെടുത്താലും ശരി, ഇനിയിപ്പം അഭിലാഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഇന്ത്യൻ എക്സ്പ്രസ്, രാജു മാത്യു എന്ന് പറയുന്ന മനോരമയുടെ റിപ്പോർട്ടർ, അതൊക്കെ വർഷങ്ങളെ ബന്ധമാണ്.
സുജിത്ത് എന്ന് പറയുന്ന അമൃതയാണ് പയ്യനാണ് എന്നെ നടൻ എന്ന് അഭിസംബോധന ചെയ്ത് എന്നെ ഫസ്റ്റ് ഫ്ലറിഷ് ചെയ്യുന്നത്. ഞാൻ താങ്കൾക്ക് വിളിക്കുന്നത് അരോചകമാകുന്നില്ല എന്ന് തോന്നുന്നിടത്തോളം കാലം. ഇപ്പം ചില ആൾക്കാരെ നമ്മൾ വിളിക്കുമ്പോൾ അവരെ വിചാരം അവർ വലിയ തിരക്കാണ്. എനിക്ക് വേറെ സമയമില്ലായിട്ടൊന്നുമല്ല. ഞാൻ വിളിക്കുന്നത് താങ്കളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ്. എന്നെ താങ്കൾ വളർത്തിയിട്ടല്ല ഞാനിവിടെ എത്തിയത്. എന്നെ താങ്കൾ വളർത്തണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഇനി എനിക്കൊരു കൈ തന്നാൽ ഞാനത് ജീവിതകാലം മൊത്തം മറക്കത്തതുമില്ല, അത് ഏത് അർത്ഥത്തിലായാലും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഐ മെയിൻറ്റെയിൻ ഇറ്റ്. എനിക്ക് ലിസ്റ്റുണ്ട്, ഞാൻ വെച്ച് ഇരുന്ന് എല്ലാവരും, ഞാൻ ഇപ്പോൾ ടിനിച്ചേട്ടനെ വിളിക്കും, പലപ്പോഴും എടുക്കത്തില്ല, പലരും ഇപ്പോൾ അഭിലാഷ് പിള്ളയെ വിളിക്കും, ബട്ട് ദേ വിൽ എൻഷുർ ദാറ്റ് ദേ വിൽ കോൾ മീ ബാക്ക്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നിപ്പോൾ മരിക്കുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ കണക്ക് ഫേസ്ബുക്കിൽ ഫീലിംഗ് അൺഹാപ്പി എന്നും പറഞ്ഞെടുത്തോണ്ട് ഞാൻ പറയുകയാണ്, വിഷ്ണു ഞാൻ പോകുന്ന ദിവസം വിഷ്ണു അവിടെ ഉണ്ടായിരിക്കും എന്നെ കാണാൻ, ലാസ്റ്റ് ഒരു നോക്കാൻ ഈ ഇന്ത്യയിലുണ്ടെങ്കിൽ വരും വിഷ്ണു. ഞാനത് സമ്പാദിച്ച് വെക്കുക. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരേ ഒരു മനുഷ്യൻ പുതുപ്പള്ളിയിലെ നേതാവാണ്. പുള്ളി പോയ സമയത്ത് പുള്ളി അവിടെ ഇളക്കി മറിച്ച് ഉമ്മൻചാണ്ടി സാർ. അത് കണ്ടടം തൊട്ട് എനിക്ക് ഭയങ്കര ഇൻഫ്ലുവൻസാണ്. വേറെ പുള്ളിയുടെ ഭരണമോ കാര്യങ്ങളൊന്നുമല്ല, ഒരാൾ മരിച്ചാൽ എങ്ങനെ മരിക്കണമെന്ന് പുള്ളി കാണിച്ചു തന്നിട്ടാവുക. പക്ഷെ അദ്ദേഹം വിമർശനങ്ങളോട് കാണിച്ചൊരു സംയമനമുണ്ട്, അത് കുഴപ്പമൊന്നും നാടകത്തിൽ കാണുന്നില്ല. ഇപ്പോൾ ബീഫിന്റെ കാര്യം പറയുന്നത്, ഇപ്പോൾ ബീഫ് കറിക്കോ ഒക്കെ നളന്റെ ഷെഫ് നളന്റെ റെസ്റ്റോറൻറ്റിൽ വില കൂടുതലാണെന്ന് പറയുമ്പോൾ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ പറയുന്നുണ്ട്, ഇത് ഇന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ അവിടെ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള മോഡിലാണ്. പുള്ളി ഒരു പൊളിറ്റീഷ്യനാണ്. പുള്ളിക്ക് എല്ലാ ഈ പറഞ്ഞ സംരംഭകരും വേണ്ട, എന്റർപ്രണറിനും വേണ്ട. അല്ല, നയതന്ത്രത്തിൽ ഞാൻ താങ്കളെ പറ്റിച്ചിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ വിഷ്ണു ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ വിഷ്ണുവിന് പറയാൻ ആഗ്രഹം കാണും. ഇപ്പോൾ ഇവിടുത്തെ ഹോട്ടലുകാരുടെ എല്ലാവരുടെയും സിറ്റുവേഷൻ വളരെ മോശമാണ്. നിങ്ങൾ എത്ര ഹോട്ടലുകളിൽ കയറി കഴിച്ചിട്ടുണ്ടോ? അവരൊന്നും ഗ്യാസ് ഇല്ലാണ്ട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. എത്ര പണിക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടെന്നറിയാം. അവർക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഈ മലയാളികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഈ ബ്ലോഗ് ചെയ്തവരും ചെയ്യാത്തവരുമായിട്ടുള്ള എവിടെയെങ്കിലും പോയിട്ട് അവർക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ കൂടെ നിൽക്കുന്ന കണ്ടോ? നമ്മൾ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുക. പ്രതിസന്ധികൾ വരാതിരിക്കാനുള്ള, ഇപ്പോൾ താങ്കളുടെ ഞാൻ എന്താ പറയുന്നത്, താങ്കളുടെ ഞാൻ പറഞ്ഞു മോനെ നാളെ തൊട്ട് നീ 2 കോഴിമുട്ട അധികം കഴിക്കണം. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 2 മുട്ട കഴിച്ചാൽ താങ്കൾക്ക് കൊള്ളാം. ഇപ്പോൾ ബീഫ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നല്ല പോത്തിറച്ചി, ഇപ്പോൾ കൊല്ലം കോട്ടയത്തൊക്കെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞു, നല്ല പോത്തിറച്ചി വേണം 450 രൂപ വേണം 1 കിലോയ്ക്ക്. അത് വേവിച്ച് കഴിഞ്ഞാൽ ഒരു 600 ഗ്രാം 700 ഗ്രാം കിട്ടും. എങ്ങനെ ഒരു പ്ലേറ്റ് 100 രൂപയ്ക്ക് തരാൻ പറ്റില്ല, 150 രൂപയ്ക്ക് തരാൻ പറ്റില്ല? എനിക്കറിയത്തില്ല. ബ്രദർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിട്ടുന്നുണ്ടല്ലോ അത്. സി യു ഹാവ് ടു ട്രൈ യുവർ സെൽഫ്. ഞാനിപ്പോൾ പട്ടിയിറച്ചിയോ പാമ്പിറച്ചിയോ വാങ്ങിച്ച് കറി വെച്ച് തന്നിട്ട് ബീഫെന്ന് വിളിച്ചിട്ട് താങ്കൾക്ക് അന്ന് പറ്റിച്ചിട്ട് കാര്യമില്ല. ഒരു എക്സാമ്പിൾ പറയാം. താങ്കൾ ട്രൈ ചെയ്തിട്ട് ഞാൻ മുതുകാടോ, ഞാൻ മാത്രം ഇരുന്ന് ഓം ക്രീം കുട്ടിച്ചാത്ത ബീഫ് വരുന്നുണ്ട്, ഞാൻ ഈ പോത്തിറച്ചി തന്നെയല്ലേ വാങ്ങിക്കുന്നത്. പക്ഷേ അവിടെയാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ കിട്ടുന്നുണ്ട് അങ്ങനെ, ഇപ്പോൾ 120 രൂപയ്ക്ക് 150 രൂപയ്ക്കൊക്കെ ബീഫൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അവിടെ പ്രശ്നമുണ്ടോ? അവിടെ അത് എനിക്കതിനെ പറ്റി അറിയില്ല. എനിക്ക് അറിയാൻ പറ്റാത്ത, എനിക്ക് ആ പണി അറിയത്തില്ല. ഞാൻ ഇനി മുതുകാർ സാറിന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പുള്ളിയുടെ അടുത്ത് ചോദിക്കണേ ഇതിനകത്ത് വല്ല മാന്ത്രിക കൂട്ടുണ്ടോന്ന്. നമുക്ക് മാജിക്കിങ് എന്നാ പറയുന്നെങ്കിൽ ഈ മാജിക് നമുക്ക് അറിയത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 450 രൂപയ്ക്ക് വാങ്ങിക്കുന്ന പോത്തിറച്ചി താങ്കളും അതിനാണ് വാങ്ങിക്കുന്നത്, ഞാനും അത് വാങ്ങി. ഒരു കാരണവശാലും ഈ ബഫലോയെ വെട്ടുന്ന ഒരുത്തനും നമുക്ക് 1 രൂപ കുറച്ച് തരുത്തുമില്ല. ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. നീ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതിയുടെ എന്ന് പറഞ്ഞ ആറ്റിറ്റ്യൂഡ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ പറയും ചേട്ടാ ഇത് ഹോട്ടലിലേക്ക് വേറെ ഇറച്ചിയുണ്ട്, അത് വേണമെങ്കിൽ തരാം. നമ്മൾ അത് വേണ്ട, എനിക്ക് പോത്തിറച്ചി തന്നെ വേണം. മനസ്സിലായില്ല. അപ്പം ബ്രദർ വാങ്ങിച്ച് ബ്രദർ ഒന്ന് ട്രൈ. ഈ 10 കിലോ വാങ്ങിച്ചാൽ 4500. പുള്ളി 10 കിലോ വാങ്ങിച്ചാൽ വില കുറച്ചൊന്നും തരുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയുടെ ഇത് വിൽക്കുന്നത്? അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാണാൻ അടിപൊളിയായിട്ടുള്ള ഐശ്വര്യറായ ഭയങ്കര സുന്ദരിയായിട്ടൊരു പെണ്ണ്, താങ്കളിപ്പോൾ എക്സ്പെക്റ്റേഷനെക്കാട്ടിയും പൊളിയായിട്ടൊരു സാധനം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല, അവൾ വന്ന് ഇപ്പം നമ്മുടെ തുറന്ന് ഐ ലവ് യു. നമുക്കപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് നമുക്കൊരു ടെൻഷൻ കൂടെ ആവത്തില്ലേ? ആ ടെൻഷനാണ് എനിക്ക് ആ ഹോട്ടലിലേക്ക് കയറുമ്പോൾ. നമ്മൾ ഇതെങ്ങനെ 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നമുക്കറിയത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നടക്കേണ്ടതല്ല. പിന്നെ അസ്വാഭാവികമായി ചിലപ്പോൾ അവർക്ക് ചാരിറ്റിയോ പിന്നെ അങ്ങനെ എന്തെങ്കിലും പരിപാടി കാണുമായിരിക്കും. എനിക്കതില്ല, നമുക്കതില്ലാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ആ ബിസിനസ് നമുക്കറിയാം. അപ്പം ഞാനിപ്പോൾ ബ്രദറിനെ സുഖിപ്പിച്ചിട്ട് കാര്യമുണ്ട്. ബ്രദറിൻ്റെ അടുത്ത് സത്യം പറയണം അല്ലേ? ബ്രദറിൻ്റെ മുഖത്ത് നോക്കി
സത്യം പറയാം ബ്രദർ, ഇത് ശരിയായില്ലേ, നിങ്ങൾക്ക് കുറച്ചും കൂടെ മീശ ട്രിം ചെയ്ത് അടിപൊളിയായിരിക്കും, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ബ്രദർ വേണമെങ്കിൽ ഫോളോ ചെയ്താൽ, പക്ഷേ ഇത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് പറയണം. അതല്ലാണ്ട് ബ്രദറിനെ കളിയാക്കിയോ ഹ്യൂമിലിയേറ്റ് ചെയ്യോ ഒന്നുമല്ല. അപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഇപ്പം നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ നിങ്ങൾ മക്കളെയും കൊണ്ട് കഴിക്കാൻ കയറുന്നു, മക്കളെയും കൊണ്ട് പലതും വാങ്ങിച്ച് കഴിക്കുന്നു, ശ്രദ്ധിക്കുക. കാരണം നാളെ ഇവർക്കൊക്കെ അസുഖം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും മറ്റൊരു രീതിയിൽ നമുക്ക് തന്നെ വിഷമമാവും. എന്തിനായാലും നമ്മൾ ഒരു സുഹൃത്തിനെ, അല്ല നമ്മളൊരു കൂടപ്പറപ്പിനെ, അല്ല നമ്മൾ കൂടെ ഉള്ള ഒരാളെ കുഴി വീഴാതിരിക്കാൻ സഹായിക്കുന്നതല്ലേ സൗഹൃദം. വീണതിന് ശേഷം അയ്യോ എല്ലാവരും പ്ലീസ് ഇവരെ സഹായിക്കൂ, ഇവൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ ഇപ്പോൾ തന്നെ അയക്കൂ, അത് നമ്മളത് വീഴാതിരിക്കാൻ നോക്കുക. അതാണ് എന്നെ സംബന്ധിച്ചോളം. ഭക്ഷണത്തിനോട് ഒരാൾ കാണിക്കുന്ന അനാദരവ്, അതിനെങ്ങനെയാ ഷെഫ് സനത് മനസ്സിലാക്കുന്നത്? അതായത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാപമാണ്. കാരണം എങ്ങനെയാ അത് എടുത്തിട്ട് ബാക്കി വെക്കുന്നതാണോ? അതിൻ്റെ അല്ല. അടിസ്ഥാനപരമായി ഇപ്പം എൻ്റെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് വിഷ്ണു സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ വിഷ്ണു സംസാരിച്ചുകൊണ്ട് എന്തെങ്കിലും ചോദിച്ചോ വിഷ്ണു? ഇപ്പോൾ ഗ്യാസിൻ്റെ ലഭ്യത ഇല്ലായ്മ, അത് നമുക്ക് എത്രമാത്രം മറികടക്കാനാവും? എന്തോ ഇൻസൾട്ട് അല്ലേ ഈ. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഇൻസൾട്ട് ചെയ്യില്ലേ? ഇതെങ്ങനെ ശരീരത്ത് പിടിക്കും? മൊബൈലിൽ നോക്കിക്കൊണ്ട് തിന്നുക. ബ്രദർ സൈക്കോളജിക്കലി ചിന്തിക്കുക. ഇഫ് യു ആർ ദ ഫുഡ് ആൻഡ് യു ആർ ദ ഫ്യൂവൽ ടു യുവർ ബ്ലഡി ലൈഫ് and you don't have respect to it, you will be screwed and you deserve that. Yes or no? Yes. Annam parabrahmam. ഇപ്പോൾ ഈ 8 മണിക്കൂർ to 8 മണിക്കൂർ വിൻഡോ ഉണ്ടല്ലോ, അതായത് 8 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കണം. കാരണം അടുത്ത 8 മണിക്കായിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. സോ ദാറ്റ് നമുക്കൊരു 12 മണിക്കൂർ ഫാസ്റ്റിംഗ് വിൻഡോ കിട്ടും. അതൊക്കെ സയന്റിഫിക്കലി ഓക്കെ ആണോ നമ്മുടെ ഗട്ട് ഹെൽത്തിന്? അതിനെങ്ങനെയാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്? ഇതെല്ലാം സോളാർ രാജ്യമാണ്. സൂര്യനാണ് അൾട്ടിമേറ്റ്. ഈ ഭൂമിയുടെ കംപ്ലീറ്റ് ജീവജാലങ്ങളുടെയും അടിസ്ഥാനപരമായി സൂര്യനാണ്. അപ്പം സൂര്യനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടില്ലേ, ചിലപ്പം കടലിൽ പോകുന്ന കാണാം, ചിലപ്പോൾ കടലിൽ വീഴുന്ന സൂര്യൻ ചന്ദ്രനെയൊക്കെ ബേസ്, പൂർണ്ണ ചന്ദ്രൻ വരുമ്പോൾ അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഇതിനകത്തെല്ലാം കണക്റ്റഡ് ആണല്ലേ. നമ്മളൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഒന്നും അല്ലല്ലോ, നമ്മളിതിനകത്ത് കണക്റ്റഡ്. അപ്പം നമ്മളെ ശരീരത്തിനകത്ത് ഉയർച്ചയും താഴ്ചയും ഈ മാഗ്നറ്റിക് ഡിഫറൻസസും എല്ലാം ഉണ്ടാകുന്നു. അപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ നമ്മൾ അസിഡിക് ഫുഡ് എടുക്കാൻ പാടില്ല. നമുക്ക് ജനറലി ചിന്തിച്ചാൽ മതി. കാരണം ബോഡിയുടെ ക്ലോക്ക് എല്ലാം മാറി, ബോഡി ഒന്ന് എൻജോയ് ചെയ്യണം. ഇതിപ്പം വലിയ യോഗ മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് പല അട്ടഹാസങ്ങളും ഒന്നും വേണ്ട. ഡെയിലി ഒരു 15 മിനിറ്റ് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ച് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു കൊല്ലത്തിൽ വേറൊരു വിഷ്ണുവിനെ വിഷ്ണുവിനെ കാണിച്ചു തരും. അത് ഭയങ്കര രസമാണ് വിഷ്ണു. സംസാരിക്കാൻ സാധിക്കാറുണ്ട്. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടിനോടാണ് ഇപ്പം വിഷ്ണു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് മാജിക്കലാണ്. കാരണം നമ്മളിപ്പോൾ കൂട്ടുകാരൻ്റെ സംസാരിക്കുന്നതൊന്നുമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം സോളിറ്റ്യൂഡാണ്. ഒറ്റയ്ക്കിരുന്ന് നമ്മളെ ഫീൽ ചെയ്യുന്ന, നമ്മൾ സംസാരിക്കുക, നമ്മുടെ കൈകൾ, വിരലുകൾ, നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നത്, നമ്മളെ കൈ, നമ്മൾ കണ്ണാടി നോക്കിയാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഡ്രൈനെസ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ക്രീം തേക്കുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നല്ല വെന്ത വെളിച്ചെണ്ണ കിട്ടും, സ്കിന്നിന് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ അപ്ലൈ ചെയ്യുക. രാവിലെ നമ്മൾ കുറച്ച് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു മീ ടൈം മീൻസ് അലോട്ട്. 1 മണിക്കൂർ, 24 മണിക്കൂർ നമ്മൾ ഈ ശരീരം കൊണ്ടാണ് നടക്കുന്നത്. 1 മണിക്കൂർ എങ്കിലും താങ്കൾ 24 മണിക്കൂർ എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു. 365 ദിവസം എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും. ഞാൻ 1 മിനിറ്റ് പോലും താങ്കളെ തിരിച്ചു നോക്കുന്നില്ല. താങ്കൾ ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ താങ്കൾക്ക് വേണ്ടി കഴിഞ്ഞിപ്പോൾ എത്ര വയസ്സായി കാണും? 30 കൊല്ലം കൊണ്ട് താങ്കളെയും കൊണ്ട് നടക്കുന്ന കാല്, ഒരു പരാതി ഇല്ലാണ്ടിരിക്കുന്ന ഹൃദയം, കണ്ണ് ചിമ്മി മുനീറേ എന്നുള്ള ചിമ്മിക്കൊണ്ടിരിക്കുന്ന കണ്ണ്, ഇതൊന്നും നമ്മൾ പെർമിഷനില്ലാണ്ട് ഇടയ്ക്കും നമ്മൾ ആകെ ചെയ്യുന്ന A4 കണ്ണാടി പോകും, മുടിയൊന്ന് ചീപ്പും, തീർന്നു. ഡ്രസ്സ് എടുത്തിട്ട് ബാക്കിയെല്ലാം കവർ ചെയ്തതാണ്. 15 മിനിറ്റ്. ഓക്കെ, റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു റൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ക്യാമറ ടീമിൻ്റെ സജഷനായിട്ട് കുറച്ച് നാടൻ വിഭവങ്ങളാണ്. സോ ഇത് നമ്മൾ ഷെഫ് നല്ല ഇഷ്ടമുള്ള രീതിയിൽ ഇത് 1 to 10 റാങ്ക് ചെയ്യാം. അപ്പം ഞാൻ പറയുന്നതിന് ഏത് റാങ്ക് വേണമെങ്കിൽ വെക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഒരു ഫുഡ് പറയണു, അതിന് ഏത് റാങ്ക് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാം. അൾട്ടിമേറ്റ്ലി 1 to 10 ഏത് ഓർഡറിലും വേണമെങ്കിൽ തീരുമാനിക്കാം. ഇപ്പോൾ 5 ആദ്യം പറയാം, അല്ലെങ്കിൽ 3 ആദ്യം പറയാം, 1 ആദ്യം പറയാം. അതൊക്കെ നാളെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇതിലല്ല, ഈ ലിസ്റ്റിൽ ഇല്ലാത്തൊരു കാര്യം നാളെ പറയാം. ഓക്കെ,
ഓക്കെ യെസ്. കപ്പ കാന്താരി ചമ്മന്തി. എനിക്കത് ബേസിക്കലി 10 ഔട്ട് ഓഫ് 10 ആണ്. ഇല്ല റേറ്റിംഗ് അല്ല, മാർക്ക് ചെയ്യല്ല. ഇതിൽ 1 to 10 ഏത് പൊസിഷൻ വരും? കപ്പ എൻ്റെ ലൈഫിലോ? ലൈഫിലല്ല, ഫേവറേറ്റ് ഫുഡിൽ ഏത് പൊസിഷനിൽ വരും? ബേസിക്കലി ഒരു 5 ഒക്കെ കൊടുക്കാം. 5. ഓക്കെ, 5th പൊസിഷനിൽ. അപ്പോൾ നമ്മൾ കപ്പ കാന്താരി ചമ്മന്തി പ്ലേസ് ചെയ്തു. പക്ഷെ കാന്താരി ചമ്മന്തി വേണം. വേണം. കപ്പയോടല്ല താല്പര്യം, കാന്താരി ചമ്മന്തി. ശരി. അപ്പം കരിമീൻ പാൽക്കറി. ഓ അൾട്ടിമേറ്റ്. അതിന് ടോപ്പ് നമ്പർ 1 കൊടുക്കാം. ഓക്കെ. ദോശ ചമ്മന്തി. ദോശ ചമ്മന്തി ലൈഫ് ടൈം ആണല്ലോ അത് 5 കിടക്കട്ടെ, കാരണം അത് എപ്പോഴും ഒരു പൊസിഷൻ പിന്നെ മാറ്റമല്ല. അത് 4 ഇടാം. ഓക്കെ. ചോറ് പുളിശ്ശേരി ബീഫ് വരട്ടിയത്. ചോറ് ബീഫ് ഒരു 8 ഒക്കെ കൊടുക്കാം. ഓക്കെ ഓക്കെ. കഞ്ഞി പയർ പപ്പടം. അത് നമുക്ക് 2nd 3rd ഇടാം. ഓക്കെ. ചക്കയട ചായ. എന്നാ മോനെ, അത് ചക്കയുടെ ചായ അത് ഒരു 6 ഇടാം. ഓക്കെ. പുട്ട് കടലക്കറി. പുട്ടും കടലക്കറിയും ഒരു അത് തന്നെ ഒരു 7. ഓക്കെ. പിടിയും ചിക്കൻ കറി. പിടിയും ചിക്കൻ കറിയും ഒരു 8 ഓൾറെഡി ഇട്ടല്ലോ. 9 വലിയ 3 ഓക്കെ. പിടിയും ചിക്കൻ കറി ഇഷ്ടമാണ്, പക്ഷെ ഞാനൊരു ഓവർ പവർ ചെയ്ത് കഴിക്കുന്ന ഒരാളല്ല. ഓക്കെ. ചോറ് കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് മുരിഞ്ഞപ്പേരി. എന്തുപ്പേരി? മുരിങ്ങ. അത് അൾട്ടിമേറ്റ് ആണ്. അത് ഇതിപ്പോ നിങ്ങൾ പറഞ്ഞേക്കുന്ന എല്ലാം ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആണ്. ഓക്കെ. ചെമ്മീൻ റോസ്റ്റ് പരിപ്പ് കറി ചോറ്. ചെമ്മീൻ്റെ വലിയൊരു ഫാൻ അല്ല ഞാൻ. ചെമ്മീനൊക്കെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കും, ഒരു 3 പീസൊക്കെ കഴിക്കും. പരിപ്പ് കറിയും ചോറും ഈ പറഞ്ഞ ടോപ്പ് റേഞ്ചിൽ വരും, പക്ഷെ 10 ഇടാം. ഓക്കെ ഫൈൻ, താങ്ക് യു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം മൈൻഡ് സെറ്റാണ്. ഇപ്പം നേരത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നതും നമ്മൾ ത്രോ ചെയ്യുന്നതും അവരെടുക്കുന്നതും 2 ആംഗിളിലാണ്. അപ്പം പലപ്പോഴും നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നു. അപ്പം താങ്കളിപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങും. അപ്പം എന്ത് പറഞ്ഞു, ചേട്ടാ കൊച്ചിയിൽ ഞാൻ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി. സ്വാഭാവികമായിട്ട് ആലോചിക്കുന്നത് അപ്പോൾ കോട്ടയത്തെ പൂട്ടിയോ? അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് ബേസിക്കലി മുണ്ട് പറിച്ചടി, ഇല്ലെങ്കിൽ ഈ വെള്ളത്തിൽ മറ്റേ കായലിൽ നിന്ന് വെള്ളം മുക്കിയടി, പിന്നെ റിവേഴ്സ് ഗിയർ ഇല്ലാത്ത, പിന്നെ സവാരി ഗിരിഗിരി, ഇങ്ങനെയുള്ള സിനിമകളോടാണ് നമുക്ക് എന്നും ആരാധന. പക്ഷെ ലാലേട്ടൻ്റെ പേഴ്സണൽ ജീവിതവും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ നമ്മൾ കഥാപാത്രങ്ങളെയല്ല സ്നേഹിക്കേണ്ടത്, വ്യക്തിത്വത്തിനെയാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫുൾ പോസിറ്റീവാകും. ഇപ്പം നമ്മൾ റിവേഴ്സ് ഗിയർ ഉണ്ട്, ചേട്ടാ ഞാൻ റിവേഴ്സ് എടുത്ത് തരാം, ഞാൻ ഇതാണ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പുതിയൊരു കട തുടങ്ങും, അടിപൊളി ഇങ്ങനെ 100 കടകൾ വേട്ടെ, മറ്റേ അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ. ഇത് അടുത്ത ചോദ്യം. അതും ഈ 50 വയസ്സ് 60 വയസ്സ് ഉള്ള, ഇല്ല 40 വയസ്സിന് മേളിലുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റാണ് ഞാൻ പറയുന്നത്, പിള്ളേരല്ല. ഞാൻ ചേട്ടാ ഞാനിപ്പം കൊച്ചിയിൽ കോട്ടയത്ത് പൂട്ടിയോ, അതിപ്പോൾ ഉണ്ടോ, എന്താണെന്നറിയില്ല. ഞാൻ നേരത്തെ പറയാം. ഇപ്പം നേരത്തെ പലരും പറയാനുണ്ട്, ഇപ്പോൾ ഇവിടെ ഒന്ന് വിഷ്ണു എങ്ങനെയുണ്ട് ലൈഫൊക്കെ, കുഴപ്പമില്ല. നേരത്തെ തമിഴന്മാരത്ത് ചോദിച്ചാൽ സാർ സൂപ്പറാக இருக்குது സാർ, സെമ്മ സെമ്മ പോയിട്ടിருக்கு. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം നമ്മളെല്ലാവരും പൊളിയായിരിക്കും. ഞാൻ അതുകൊണ്ട് നമ്മളും ഇതൊക്കെ തന്നെ ആയിരുന്നു. നമ്മളതുകൊണ്ട് ആരും സൂപ്പർ അടിപൊളി വെൽ സെറ്റ് കിഡിലുമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ സ്പെല്ല് ചെയ്യുക ചെയ്യുന്നത്, മാജിക് സ്പെല്ലെന്ന് പറയുന്ന കണക്ക്, അത് നമ്മളെ ലൈഫായി മാറുമെന്നാണ് പറയുന്നത്. ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. വെരി മച്ച്. ആൻഡ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. ദി മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം. പലരുടെ ലൈഫ് എടുത്ത് നോക്കുമ്പോഴും ദേ യൂസ് ടു സേ ദേ മാനിഫെസ്റ്റ്. മോർ ദാൻ ദാറ്റ് യു സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ഇൻ എ ബെറ്റർ വേ ആൻഡ് ബെറ്റർ തിങ്സ്. നല്ല കാര്യങ്ങൾ ചിന്തിക്കാം. ഇപ്പം നമ്മൾ പല സ്റ്റാർസിനെ എടുത്ത് നോക്കിയാലും അവർക്കൊന്നും വലിയ ഹിറ്റൊന്നും കഴിഞ്ഞ 10 സിനിമയിൽ കാണത്തില്ല. ബട്ട് സ്റ്റിൽ ദേ വിൽ ബി ഹാവിങ് എ ഗ്രേറ്റ് സ്റ്റാർഡം. യു ടേക്ക് ഷാറൂഖ് ഖാൻ, എത്ര സിനിമ ഹിറ്റായിട്ടുണ്ട്. എനിക്കൊന്ന് ഹിറ്റിനേക്കാൾ കൂടുതൽ ഫ്ലോപ്പാണ്. ബട്ട് ഹീ ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ബോളിവുഡ്. സോ ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് the professional things, it is about the personal things, and personal things has to be defined and refined in a better manner. ഞാൻ ഇവരുടെ എല്ലാവരുടെ ലൈഫിലൂടെയും ട്രാവൽ ചെയ്യുമ്പം അവരുടെ പ്ലേറ്റ് മാറ്റേഴ്സ്. വലിച്ചു വാരി തിന്നാതെ വളരെ വിദഗ്ധമായി കഴിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഇപ്പോൾ സയൻറ്റിസ്റ്റുകളെ ഞാൻ മീറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ഗവർണേഴ്സിനെ കണ്ടിട്ടുണ്ട്, ഞാൻ ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടുണ്ട്, പല ഇൻ്റലക്ച്വൽസിനെയും, പല സ്റ്റാർ വാല്യൂ ഉള്ള ഇന്നും സ്റ്റാർഡം ക്യാരി ചെയ്യുന്ന പല 50 വയസ്സ്. ഇപ്പോൾ സേ അക്ഷയ് കുമാർ, സേ മമ്മൂക്ക. ഞാൻ റീസെൻ്റ്ലി മെറ്റും. മമ്മൂക്ക ഇപ്പം എൻ്റെ കഞ്ഞി അക്നോളജ് ചെയ്തു. ഇപ്പം ആൻഡ്രോ ജോസഫ് ഏട്ടനെ വിളിച്ച് പറഞ്ഞു മമ്മൂക്ക കഞ്ഞി കുടിക്കുന്നത് ഞാൻ കണ്ടേന്ന്. എൻ്റെ കഞ്ഞിയുണ്ട് 5 ധാന്യങ്ങൾ സ്പ്രൗട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഓൾ എ ബ്ലെസ്സിങ്. ഇന്ന് ഞാൻ ഉർവശി ചേച്ചി കണ്ടു. സോ ഇതെല്ലാം ഞാൻ പറഞ്ഞു, ഇവർക്ക് എല്ലാവർക്കും
ഫുഡിനെ പറ്റിയൊരു ധാരണയുണ്ട്. ഇതല്ലാത്തവരും ഉണ്ട്, ഇല്ലയെന്നല്ല. പക്ഷെ നമ്മളുടെ ഒരു ലൈഫിനെ കാറ്റഗറൈസ് ചെയ്ത് പോകുമ്പോൾ ദർ ആർ 3 types ഓഫ് ഇൻ്റലിജൻസ്, 3 types ഓഫ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. വൺ ഈസ് ദ മാസ്റ്റർ, വൺ ഈസ് എ ഹാർട്ട് ബ്രെയിൻ, ഹൃദയത്തിൻ്റെ ബ്രെയിനുണ്ട്, ഗട്ടിനൊരു ബ്രെയിനുണ്ട്. അതുകൊണ്ട് ഈ ബ്രെയിൻ ഡെഡ് ആയാലും ഫുഡ് ഡൈജസ്റ്റ് ആവുന്നത്. അപ്പോൾ ഈ ഗട്ട് ഇൻ്റലിജൻസിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ നന്നായിരിക്കുന്നത്. ഞാൻ ഡോക്ടറൊന്നും അല്ല, യു ക്യാൻ റെഫർ വിത്ത് ദ ഡോക്ടേഴ്സ്, യു ക്യാൻ ഡു യുവർ ഹോംവർക്ക്. പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് കിട്ടിയ കാര്യം അല്ലേ, ഞാൻ ഇന്നാൾ സോഷ്യൽ മീഡിയയെ പറ്റി ഒരു ഡൗട്ട് ചോദിച്ചപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്രാൻസിൽ നിന്നാണ് പുള്ളിയുടെ പേജൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. അപ്പം നമുക്ക് അതിൻ്റെ നമുക്കന്ന് 100-300 ഫോളോവേഴ്സേ ഉള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായത് ഫ്രാൻസ് ഒന്നും അല്ല, മനസ്സിലായില്ല. അപ്പം പലർക്കും പറഞ്ഞു തരാൻ വയ്യ. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, പറഞ്ഞാൽ ഇന്ന ടൈമിന് നീ പോസ്റ്റ് ചെയ്യണം, ഇത് നീ ഇന്നത് ചെയ്യണം, നിനക്ക് എന്തെങ്കിലും. എനിക്ക് ഇപ്പോൾ താങ്കൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്തു പോയി കഴിഞ്ഞാൽ എന്നെ വിഷ് ചെയ്തിട്ടുള്ളൂ, എനിക്ക് ബർത്ത്ഡേ കഴിഞ്ഞു പോയത്, എന്നെ വിഷ് ചെയ്തിട്ടുള്ള എല്ലാവരും ഞാൻ പ്രൈമറി ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എല്ലാവർക്കും വരുന്ന ആൻസർ ചെയ്തിട്ടുണ്ട്. കാരണം അവൻ 1 മിനിറ്റ് എനിക്ക് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അതാണ്. സോ ദാറ്റ് ഈസ് വൈ ഐ എം ബീങ് ലൗഡ് എന്നാണ് എൻ്റെ ചിന്ത. അല്ലാണ്ട് ഇപ്പം ഞാനിപ്പം ഈ പല ഋത്തിക് റോഷനെ കണക്കും നടന്നിട്ടൊന്നും അല്ല. പീപ്പിൾ ലവ് മീ ബിക്കോസ് ഐ അക്നോളജ് ദാറ്റ്, അല്ലേ? അതല്ലാണ്ട് ഞാനൊരു ഡയലോഗ് അടിച്ച് പോകുന്നതല്ലോ. ഇപ്പം വിഷ്ണുവിനെ എന്നെ ആരെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ലവ് ആയിരിക്കണം എന്നെ വിളിച്ച് പറഞ്ഞു. 100% എനിക്ക് ആരാന്ന് പോലും അറിയില്ല. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ദാറ്റ് ഈസ് വൈ ഐ കണക്ട്. അപ്പം നമ്മൾ മേളോട്ട് വളരും തോറും നമുക്ക് ബ്രാഞ്ചസ് ഉണ്ടാക്കാം, അല്ലേ വിഷ്ണു? നമ്മൾ താഴോട്ട് വളർന്നാൽ അവിടെ ഇരിക്കും, അല്ലേ? പറിക്കുന്നതിൻ്റെ നടുപൊടിയൊന്നല്ലാണ്ട് നമ്മളവിടെ വേര് ഉറപ്പിച്ച് അവിടെ ഇരിക്കും. അപ്പം ഐ ലവ് ടു ബിൽഡ് റൂട്ട്സ്. അത് ഈ ഫുഡ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. Other than good food, what makes Nalan happy? Music, good movies. I'm a movie watcher. I watch movies, I evaluate them. When I read books like 1 Minute Manager. It's a great book. 1 Minute Manager വായിച്ചിട്ടുണ്ടോ? It's Spencer Johnson എഴുതിയത്. Yeah, it's a nice book. വേറെ റൈറ്ററും കൂടെ ഉണ്ട്, 2 റൈറ്റേഴ്സാണ്. 1 Minute Manager changed my life. Then people who believe they are couch potatoes, അവർക്ക് Who Moved My Cheese എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. So these kind of books encourages me and influences me actually. അല്ലാണ്ട് ഞാൻ ഈ മോട്ടിവേഷണൽ ബുക്കൊന്നും വായിക്കത്തില്ല. It's a waste of time. മോട്ടിവേഷനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഇത്ര കാലം ജീവിച്ചിട്ട്, ഭൂമിയിൽ ജീവിച്ചിട്ട് വീണു പോയ ഒരാളെ നോക്കി ഷെഫ് നടൻ എന്ത് പറയും? എൻ്റെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് നമ്പി നാരായണൻ സാറായിരുന്നു. ഞാൻ നമ്പി സാറിനെ പോയി കണ്ടു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഈ നേരത്തെ പറഞ്ഞ ഇപ്പോഴും വിളിക്കും, സംസാരിക്കും. ഞാൻ വീണ് നാട്ടിൽ വന്ന സമയത്ത് എന്നെ ഫസ്റ്റ് ഞാൻ പോയി കണ്ടതും സംസാരിച്ചത്, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതും. അതിനുശേഷമാണ് നമ്പി സാറിന് പത്മഭൂഷണം പത്മശ്രീയോ കിട്ടുന്നത്. നമ്പി സാറിനാണ് എൻ്റെ, കാരണം ഇത്രയും വലിയൊരു സയൻറ്റിസ്റ്റ്, ക്രോണോളജിക്കലി പല ടെക്നോളജി കണ്ടു, ഇത്രയും വലിയൊരു സയൻറ്റിസ്റ്റ്, അദ്ദേഹം അനുഭവിച്ചതിൻ്റെ 4/1 നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നില്ല. സോ ലുക്ക് അപ്പ് ടു ഹിം, ഹീ ഈസ് ദ റിയൽ ഹീറോ. അപ്പം ഇന്നത്തെ ജനറേഷൻ നിങ്ങളെപ്പോലുള്ളവരാണെങ്കിൽ പോലും യു ഹാവ് ടു ബ്രിങ് ഔട്ട് ഹിസ് സ്റ്റോറീസ് ആൻഡ് ടോക്ക് ടു ദ ജനറേഷൻ. ഇഫ് വി ഡോണ്ട് ബിൽഡ് എ വണ്ടർഫുൾ സൊസൈറ്റി, ഹൗ വിൽ ആ ജനറേഷൻ ഫിറ്റ് ഇൻ? നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ്? ഫ്യൂച്ചറിൽ നിന്ന് കടം വാങ്ങിച്ചുകൊണ്ട് പോവുക. നമ്മളെ ഗ്രാൻഡീസ് ചെയ്ത് എന്താണ്? അവർ നമുക്ക് ഫ്യൂച്ചർ ബിൽഡ് ചെയ്തിട്ടാണ് പോയത്. 10 വർഷം കഴിയുമ്പം അഷ്ടമുടിക്കായലിൽ കരിമീൻ കഴിക്കാൻ പറ്റൂല്ല. ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഇന്ന് തന്നെ ഫുള്ളി പൊല്യൂട്ടഡാണ്. സോ എൻഡ് ഓഫ് ദ ഡേ വി ആർ സ്ക്രൂയിങ് അവർ ഫ്യൂച്ചർ. എന്നിട്ട് പറയും ജെൻസിയാണ്, അവർ പൂക്കിയാണ്. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിയർ ഫ്യൂച്ചർ ബിക്കോസ് യു ആർ ബോറോയിങ് ഇറ്റ് ഫ്രം ദം. വേറൊരു രാജ്യത്താണെന്ന് ദ ഫ്യൂച്ചർ ഇസ് സെറ്റ്, അല്ലേ? ആൽപ്സ് ആയാലും ശരി, ഇവിയാൻ ആയാലും ശരി, ഇറ്റ്സ് ഓൾ സെറ്റ്, സ്റ്റിൽ ക്ലീൻ, ക്ലെൻസ്ഡ്, ആൻഡ് സം അതർ കൺട്രീസ് ആർ ബിൽഡിങ് ദിയർ ഫ്യൂച്ചർ. എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഏത് പൊളിറ്റിക്കലായാലും, ഏത് രാഷ്ട്രീയപരമായാലും, ഏത് പാട്രിയോട്ടായാലും, ഏത് മീഡിയ ആയാലും, ഏത് ഷെഫായാലും, ഞാനായാലും, അല്ലേ വിഷ്ണു ആയാലും, പ്ലീസ് എൻഷുർ ദാറ്റ് അവർ ഫ്യൂച്ചർ ഇസ് നോട്ട് സ്ക്രൂഡ്. അപ്പം അവർക്ക് നല്ലൊരു ഭക്ഷണം കളയാണ്ട് പരിചയപ്പെടുത്തി കൊടുത്തി പോയാൽ, അല്ലേ, അവരവിടെ നിലനിന്ന് പോകും, ഇല്ലെങ്കിൽ അന്യം തിന്നു പോകും. അപ്പം അതെൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം. അതല്ലാണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നത്തിങ് ഒഫീഷ്യൽ അബൌട്ട്. നിലനിന്ന് പോകട്ടെ നമ്മുടെ ഭക്ഷണ സംസ്കാരം. അതിൻ്റെ ഒരു തലപ്പത്ത് തന്നെ ഷെഫ് നടനെ കാണാൻ സാധിക്കട്ടെ ഇനി വരുന്ന ഭാവി. നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas.
world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.